ഇതിലേക്ക് 1/4 കപ്പ് പരിപ്പ്. 15 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. പരിപ്പ് വേവിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്താണ് നമ്മൾ വേവിക്കുന്നത്. പരിപ്പായിട്ട് നമുക്കിത് ഇനി നമുക്ക് ചീര വേവിക്കാം. അതിനായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ, ഇതിലേക്ക് 2 വെല്ലുള്ളി, 3 പച്ചമുളക്, 5 വെളുത്തുള്ളിയുടെ ഇത്, നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 കിലോ ചീര അല്ലെങ്കിൽ 1 പിടി ചീര അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/2 മുറി തേങ്ങ, അര ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. മുളക്, 1 സ്പൂൺ ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചീരത്തോരൻ, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മളിത് ചേർത്ത് കൊടുക്കാം.